ഉണ്ടായി, കപ്പൽ മുങ്ങുവാനായിട്ട് തുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി. എന്ന യോന പറയാ, എന്നെ എടുത്ത് വെള്ളത്തിലേക്കിടാൻ. കാരണം എന്താ? ഞാൻ കരയും കടലും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഭജിച്ചു വരുന്നൊരു ഭക്തന. പക്ഷെ ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ബോധ്യം തനിക്കുണ്ടായപ്പോൾ തന്നെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. ഒരു മത്സ്യം വന്നു വിഴുങ്ങുന്നു, 3 ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്നു. അതിനുശേഷം ആമേൻ ഹല്ലേലൂയ ആ നിനവെ പട്ടണത്തിന്റെ കരയ്ക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ മത്സ്യം ഛർദ്ദിച്ചിട്ടു. പക്ഷെ പോറിലൊന്നും സംഭവിച്ചില്ല. പക്ഷെ പരിശോധന ഉണ്ടായി. സ്തോത്രം. നിനവേലുള്ളതായിരിക്കുന്ന ഭക്തന്മാർ ദൈവത്തോട് നിലവിളിക്കുകയാ. പ്രൈസലോ. എന്താ നിലവിളിക്കുന്നത്? ഞങ്ങളുടെ പട്ടണത്തെ, ഞങ്ങളുടെ ദേശത്തെ കർത്താവെ നശിപ്പിക്കരുതേ, യഹോവേ നശിപ്പിക്കരുതേ എന്ന് അവർ ഉപസിക്കുകയും അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ ഉപസിച്ച് ദൈവസന്നിധിയിലേക്ക് കണ്ണുനീരോടുകൂടി ആമേൻ ദൈവസന്നിധിയിലേക്ക് ഹല്ലേലൂയ വിഷയങ്ങൾ ഏറ്റ് അവര് ദൈവത്തോട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവരുടെ നിലവിളിക്ക് തമ്പുരാൻ ഹല്ലേലൂയ അവരുടെ ഹല്ലേലൂയ ചോദ്യത്തിന് അടങ്ങിയിരിക്കുവാൻ കഴിയില്ല. ദൈവം പട്ടണത്തെ രക്ഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനത്തിൽ പറയുന്നു, നാം ഹല്ലേലൂയ ആമേൻ പ്രൈസലോ നനയ്ക്കുന്നതിലും ആമേൻ ഹല്ലേലൂയ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നടത്തുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ. പട്ടിണി ഇടുന്ന ദൈവമല്ല. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങളെ പരിഹരിക്കാൻ കഴിയാത്ത ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. ഒന്നുമില്ലായ്മെന്ന് സകലത്തെയും നമുക്ക് വേണ്ടി ഉളവാക്കി തന്ന തമ്പുരാന്റെ മുമ്പിൽ നാം ഇരിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം അവന്റെ വിളിയാനുള്ള തിരഞ്ഞെടുപ്പ് ഇന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോയാലേ ദൈവം ഉദ്ദേശിക്കപ്പെട്ടതായിരിക്കുന്ന, ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതായ അനുഗ്രഹത്തെ നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. സ്തോത്രം. പ്രൈസലോ. കർത്താവ് പറഞ്ഞു, അനുഗ്രഹിക്കാൻ എന്റെ കരം കുറുതായിട്ടില്ല, കേൾപ്പാൻ എന്റെ ചെവിക്കും വന്നതേയില്ല. പക്ഷെ ഒരു കാര്യം, അനുഗ്രഹം എന്തുകൊണ്ടാണ് വരാതിരിക്കുന്നത്? നിങ്ങളുടെ അകൃത്യം കൊണ്ടാണ്. സ്തോത്രം. പ്രൈസലോ. പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് ആമേൻ പൂസിച്ചിട്ട് ആമേൻ ദൈവത്തോട് നിലവിളിച്ചിട്ട് വിഷയങ്ങൾ പരിഹരിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, അത് നമ്മുടെ അകൃത്യം കൊണ്ടാണ് ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവസന്നിധിയിലേക്ക് ഹൃദയനുറുക്കത്തോട് ആമേൻ വേദനയോട് ഭയത്തോടും വിറയലോടും ആമേൻ ഭക്തിയോടും ആരാധിക്കും ദൈവവൈതന്നെ ഒരിക്കലും അനുഗ്രഹം മാറിപ്പോകത്തില്ല. അനുഗ്രഹം അവന്റെ ഭവനത്തിനകത്ത് തന്നെ ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. പ്രവാചക ശിഷ്യന്മാരുടെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഭാര്യയായിരിക്കുന്ന ഒരു വ്യക്തി, അവിടെ ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ അവിടെ ഭർത്താവ് ദൈവത്തിന്റെ ദാസനായിരുന്നു. ഹല്ലേലൂയ. ആ ദൈവദാസൻ മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ അവർക്ക് 2 പെൺമക്കളാണ് ഉള്ളത്. അവരെ കെട്ടിക്കാൻ പ്രായമായവരാണ്. പക്ഷെ ഇവരുടെ വ്യാപാരം എന്ന് പറയുന്നത് എണ്ണ വിറ്റ് ഉപജീവനം കഴിക്കുന്നതായ ഒരു ജോലിയിലായിരുന്നു. പക്ഷെ എണ്ണയൊക്കെ തീർന്നു കഴിഞ്ഞു. 1 ഭരണി എണ്ണയേ ഉള്ളൂ. ഇനിയും അതുകൊണ്ട് കടം വീട്ടാൻ പറ്റുന്നില്ല. പെമ്പിള്ളേരെ കെട്ടിച്ചയക്കാൻ പറ്റത്തില്ല. അങ്ങനെ വളരെയധികമായ വേദനയിലും പ്രയാസത്തിലും വളരെ പരാജയത്തിനകത്തിരിക്കുമ്പോൾ ഈ സഹോദരി ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന അഭിഷേകം പ്രാപിച്ച ഏലിയാവിൽ നിന്നും ഇരട്ടിപ്പങ്കു പ്രാപിച്ചതായിരിക്കുന്ന ഏലീശ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഏലീശ പ്രാപിച്ചെടുത്ത ആമേൻ ഹല്ലേലൂയ ദൈവാത്മാവിന്റെ ശക്തി ആമേൻ ഹല്ലേലൂയ ഏലിയാവിനെ ആമേൻ ഹല്ലേലൂയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനായിട്ട് സമയമായപ്പോൾ ഏലിയാവിനൊരു കാര്യം പറഞ്ഞു, എന്റെ യജമാനനെ, എന്റെ പിതാവെ അങ്ങ് എടുത്തുകൊള്ളുന്നത് എനിക്ക് കാണണം. സ്തോത്രം. അപ്പോൾ ഇത്രയും വാത്സല്യമുള്ള അനുസരണമുള്ള ഈ ശിഷ്യൻ ചോദിച്ചപ്പോൾ ആമേൻ ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നത് അത് വളരെ പ്രയാസമായി. യോർദാൻ അപ്പുറം കടന്നെങ്കിൽ മാത്രമേ നിനക്കത് കാണുവാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ യജമാനന്റെ കൂടെ തന്നെ, ഏലിയാവിന്റെ കൂടെ തന്നെ, പ്രവാചകന്റെ കൂടെ തന്നെ ഹല്ലേലൂയ തന്റെ വൃത്തനായിരിക്കുന്ന എലീശായും ആ യോർദാൻ അപ്പുറം കടന്നു കഴിഞ്ഞതിന് ശേഷം എടുത്തുകൊള്ളപ്പെടുന്നത് കണ്ടപ്പോൾ ഞാൻ എടുത്ത് നിനക്ക് എന്താവശ്യമുണ്ടെന്ന് ചോദിച്ചു. നിന്റെ ഹല്ലേലൂയ ഇരട്ടി പങ്ക്, നിന്റെ ശക്തിയുടെ ഇരട്ടി പങ്ക് എനിക്കത് വേണം. പ്രൈസലോ. ആ ഇരട്ടി പങ്കിന്റെ ആമേൻ ഹല്ലേലൂയ പ്രവർത്തനം ആമേൻ ഈ സ്ത്രീയുടെ വീട്ടിൽ ചെന്നപ്പോൾ എലീശ പറയുകയാണ്, ഹല്ലേലൂയ നിന്റെ കരത്തിൽ എന്തുണ്ട്? നിനക്കിവിടെ എന്തുണ്ട്? എന്റെ വീട്ടിൽ 1 ഭരണി എണ്ണയല്ലാതെ വേറെ ഒന്നുമില്ല. ആമേൻ ഹല്ലേലൂയ. എന്നാൽ നീ പാത്രങ്ങളെല്ലാം പിറക്കി മുറിക്കാത്തോട്ട് നിർത്തിക്കോളാൻ പറഞ്ഞു. സ്തോത്രം.
അവിടെ വീട്ടിലെ പാത്രങ്ങൾ മാത്രമല്ല, അയൽവക്കത്തുള്ള പാത്രം കൂടെ മേടിച്ചോളാൻ പറഞ്ഞു. എല്ലാം നിർത്തി. ഇനിയും നിന്റെ കഷ്ടത മാറാൻ പോവാ, നിന്റെ പ്രയാസം മാറാൻ പോവാ, ഇതിനകത്ത് എണ്ണ പകരാൻ പോവാ. നിറയുന്നത് നീ എടുത്തു മാറ്റി വെച്ചോണം. ഹല്ലേലൂയ. നിറയുന്നത് നീ എടുത്തു മാറ്റി വെച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മുറിക്കകം പാത്രം കൊണ്ട് നിറഞ്ഞു. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന എലീശായും തന്റെ ഹല്ലേലൂയ ആ ഭവനത്തിലെ ദാസിയും തന്റെ മക്കളും കൂടെ, 2 പെൺമക്കളും കൂടെ ആ വീടിനകത്ത് കയറി വാതിലടച്ചു. എലീശ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എണ്ണ പാത്രങ്ങളിലേക്ക് നിറയാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എണ്ണ പാത്രത്തിലേക്ക് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ഓരോരോ പാത്രങ്ങൾ നിറഞ്ഞത് എടുത്തു മാറ്റി. അടുത്ത പാത്രം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞു. അവര് പരാജയപ്പെട്ടു, എന്റെ ദൈവം പരാജയപ്പെട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം പരാജയപ്പെട്ടില്ല, ദൈവ പ്രവൃത്തി പരാജയപ്പെട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ആമേൻ ഹല്ലേലൂയ വിശാലമായ അനുഗ്രഹമാണ്. ഇന്നു രാത്രിക്കാലം ഈ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തിൽ പരാജയമാണോ? നിന്റെ ജീവിതത്തിൽ വരേണ്ട അവസ്ഥയാണോ? നിന്റെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കുവാൻ കഴിയാത്ത ഭാരത്തിലാണോ? ഇന്ന് രാത്രിയില് നീ ദൈവകരങ്ങളേക്കും ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ വിഷയത്തിനകത്ത്, നിന്റെ പ്രശ്നത്തിനകത്ത്, നിന്റെ ആവശ്യത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറച്ച് നിന്നെ വഴി നടത്തുവാൻ ശക്തനെന്ന ദൈവത്തിന്റെ ആത്മീയമായിരിക്കുന്ന ആ വെളിപ്പാട് കൈമാറുകയാണ്. സ്തോത്രം. നിന്നെ നടത്തുവാൻ മതിയായ ദൈവം, നിനയ്ക്കുന്നതിലും ചോദിക്കുന്നതിലും അത്യന്തപരമായി നമ്മളെ നടത്തുവാൻ ശക്തനായ ദൈവമാണ് നമ്മെ വിളിച്ചിരിക്കുന്ന. ദൈവകരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കാം.